ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബസ് സിമുലേറ്റർ കേരളയിൽ നെയിം ഫോണ്ട് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെയിം ഫോണ്ട് ആഡ് ചെയ്യുമ്പോൾ INSTക്ക് സെപ്പറേറ്റ് ഒരു സെറ്റിങ്സ് ഉണ്ട്, നമ്മുടെ ഫ്ലിക്കറിങ് നെയിം ബോർഡിനൊക്കെ വേറെ സെപ്പറേറ്റ് ഒരു സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ സെറ്റ് ചെയ്യണം, വീഡിയോ വേണമോ വേണ്ടയോ എന്ന് ഞാൻ ചോദിച്ചപ്പം കുറേ പേര് വേണമെന്ന് കമൻറ്റ് ഇട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകണം. മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഇതേപോലത്തുള്ള ബസ് സിമുലേറ്റർ കേരള റിലേറ്റഡ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ ലിങ്ക്, ട്യൂട്ടോറിയൽ വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഇൻബോക്സിൽ വരും. ഓക്കെ, പിന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ BSK കളിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. ഇത് സിമ്പിൾ പരിപാടികളാണ്, ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് INST ആഡ് ചെയ്യാനതിൻ്റെ സംഭവം നമുക്ക് നോക്കാം. INST നെയിം ബോർഡ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പിക്സാർട്ട് ആണ്. പിക്സാർട്ട് എടുക്കുക. പിക്സാർട്ട് എടുത്തതിന് ശേഷം നമ്മുടെ എഡിറ്റ് ഫോട്ടോയിൽ നമ്മൾ ആദ്യം സെലക്ട് ആക്കേണ്ടത് നമ്മുടെ BSK3. ഇപ്പോൾ നമ്മൾ BSK3യിലാണ് ഇത് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ BSK3ൻ്റെ ടെംപ്ലേറ്റ് ഒന്ന് എടുക്കുക. BSK3. ഓക്കെ, BSK3ൻ്റെ ടെംപ്ലേറ്റ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ BSK3ൻ്റെ ടെംപ്ലേറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഇനി നെയിം കറക്റ്റ് ആഡ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളതിൽ ഓൾറെഡി ഉള്ള ഒരു ലിവറി എടുക്കുക. ലിവറി ഏതെങ്കിലും ഒരു ബസ്സിൻ്റെ ലിവറി എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നമ്മുടെ BSKൻ്റെ തന്നെ സ്റ്റോക്ക് ലിവറി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, BSKൻ്റെ തന്നെ സ്റ്റോക്ക് ലിവറി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കഴിഞ്ഞ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നെയിം ഫോണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണുമല്ലോ നിങ്ങൾ. അപ്പം നെയിം ഫോണ്ട് ക്രിയേറ്റ് ചെയ്ത നെയിം ഫോണ്ട് എടുക്കുക. ഞാൻ ഇവിടെ നെയിം ഫോണ്ട് എടുത്തു. അതിൻ്റെ ഇത് ആവശ്യത്തിനനുസരിച്ച് ക്രോപ്പ് ചെയ്യുക. ഇവിടെ എൻ്റെ ഇതിനൊരു കുറച്ച് നീളം കൂടുതലാണ്. ഞാൻ വേറൊരു സംഭവമാണ് ചെയ്ത് വയ്ക്കുന്നത്. അതിപ്പം ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി അത് ചെയ്യുന്നില്ല. ഇങ്ങനെ അങ്ങ് ആഡ് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് കുറച്ച് വയ്ക്കുക. അത് നമുക്ക് അറിയാൻ പറ്റും. സൈസ് ഒന്ന് ചെറുതാക്കുക. ചെറുതാക്കിയതിന് ശേഷം നമ്മുടെ നെയിം ഫോണ്ട് ഇവിടെ കറക്റ്റ് വെച്ച് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത് ഓക്കെ, കറക്റ്റ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ബാക്ക് ടു നോർമൽ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമ്മൾ നെയിം ഫോണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ നമ്മൾ INSTക്ക് വേണ്ടിയാണെങ്കിൽ വേറെ ഒരു പരിപാടിയില്ല. ഈ നെയിം ഫോൺ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതൊന്ന് സെലക്ട് ആക്കിയതിന് ശേഷം ഒപ്പാസിറ്റി ഒരു 80 to 85 ആ റേഞ്ചിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ ഗെയിമിൽ കൊണ്ടുപോകുന്നു, ആഡ് ചെയ്യുന്നു. INST ഓൺ ആക്കുമ്പോൾ INST കാണാൻ പറ്റും. ഓക്കെ, ഇത് സിമ്പിളാണ്. INST ആഡ് ചെയ്യുന്നതിൻ്റെ സംഭവം സിമ്പിളാണ്. അടുത്ത് നമ്മൾ മറ്റേ ഫ്ലിക്കറിങ് നെയിം ബോർഡിൻ്റെ സംഭവമാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അത് പാടാണെന്ന് വെച്ചാൽ അധികം വലിയ ടഫ് പരിപാടിയൊന്നുമല്ല, എന്നാലും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഇതേപോലെ അങ്ങനെ വയ്ക്കുക. എന്നിട്ട് അത് ഒന്ന് സെലക്ട് ആക്കുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തരും. അത് അവിടെ തന്നെ വെച്ചിട്ട് ഇവിടെ ലോക്ക് ബട്ടൺ ഉണ്ട്. ആ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലോക്ക് ആയിട്ട് എന്നിട്ട് ഇത് അതേപോലെ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ താഴെ ഷേപ്പിൻ്റെ ഇതുണ്ട്. അപ്പോൾ ആ ഷേപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ റെക്റ്റാങ്കിൾ ഒന്ന് എടുത്തതിന് ശേഷം അതൊന്ന് ബ്ലാക്കാക്കി കൊടുക്കുക. അതിനനുസരിച്ച് കൊണ്ടുവച്ചിട്ട് ആ നെയിം ഇതിനകത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബോക്സിനകത്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ വെച്ചിട്ട് ഡൗൺലോഡ് കൊടുക്കുക. മേളിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. മേളിൽ ഡൗൺലോഡിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൺ കൊടുക്കുക. അതിനുശേഷം ബാക്ക് പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഓക്കെ, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത ലിവറിൻ്റെ ഒരു സംഭവം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിവിടെ മേളിൽ ലൈറ്റ് ചെയ്യുക. ഇവിടെ ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓട്ടോ കളർ, മാജിക്, റിപ്പയർ, സൂം, ആ ഒരു സംഭവം. അപ്പോൾ അതിൽ ഓട്ടോ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൂം ചെയ്തിട്ട് വൈറ്റ് കളർ ഒന്ന് റിമൂവ് ചെയ്യുക. വൈറ്റ് ഇത് റിമൂവ് ചെയ്യുക. മീൻസ് വൈറ്റ് കളർ മാത്രമല്ല, ആ ഇൻറ്റീരിയർ പോർഷൻസ് ഒന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ,
ഇന്ത്യയിലെ പോർഷൻസ് ഒന്ന് ക്ലീനായിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ റിമൂവ് ചെയ്യുക. റിമൂവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് ചെയ്ത് പോകണം. ഓക്കെ, വലിയ വൃത്തി കാണത്തില്ല. ഓക്കെ, ഇപ്പോൾ നമ്മളവിടെ അത് റിമൂവ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം അത് അതേപോലെ ഡണ്ണ് കൊടുക്കുക, മുകളിൽ തന്നെ ഡണ്ണ് കൊടുക്കുക, സേവ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു ആഡ് റണ്ണൗട്ടാണ് അത് ബാക്ക് അടിച്ച് കളയുക. അതിനുശേഷം നേരെ നമ്മൾ പിക്സാർട്ടിൽ തന്നെ പോവുക. പിക്സാർട്ടിൽ പോയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പ്രോജക്റ്റ് ക്ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ നമുക്ക് ഈ ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പ്രോജക്റ്റ് കാണാൻ പറ്റും. അത് പക്ഷേ അതിന് ലോഗിൻ ചെയ്ത് വയ്ക്കണം. ലോഗിൻ ചെയ്തെന്ന് വെച്ചാൽ മാത്രമേ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പ്രോജക്റ്റ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് വെച്ചാൽ അതിലോട്ട് പോവുക. എന്നിട്ട് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്തിട്ടില്ലേ ലിവറി ഇറേസ് ചെയ്ത സാധനം അത് എടുക്കുക. അതൊന്ന് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ആഡാക്കിയിട്ടുണ്ട്. ക്ലിയർ ആഡാക്കണം. ക്ലിയർ ആഡാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ താഴെ ആഡ് ചെയ്തിട്ടില്ലേ, ഇവിടെ താഴെ ഏറ്റവും താഴെ നമ്മൾ ആദ്യം ആഡ് ചെയ്തില്ലേ, അതൊന്ന് ഇൻവിസിബിൾ ആയി കൊടുക്കുക. മീൻസ് ഇത് കളയുക, ഇവിടെ ഡിലീറ്റ് ആയി കളഞ്ഞാൽ മതി, കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ബ്ലാക്ക് ബോക്സില്ലേ അതും ഒന്ന് ഇറേസ് ആയി കളയുക. ലോക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇത് ലോക്ക് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ ഇപ്പം പുതിയ ആഡ് ചെയ്ത സാധനമാണ് ഇത്. ഓക്കെ, അത് കളഞ്ഞാൽ അത് കാണത്തില്ല. ഇത് പുതിയ ആ മിന്നലിൻ്റെ ആ സാധനം അകത്തെ ടെക്സ്റ്റ് റിമൂവ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ അവിടെ ആഡാക്കിയിരിക്കുന്നത്. ഇനി ആ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് ആ ടെക്സ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇറേസ് വെച്ചില്ല സാധനം, അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊരു 61 വെച്ച് കൊടുക്കാം. ഓക്കെ, 61 വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് ഇനി ഡയറക്റ്റ് നമ്മുടെ ബേസ്മെൻറ്റ് കേരളയിൽ ആഡ് ചെയ്തിട്ട് PSK3 ആഡ് ചെയ്ത് ഫ്ലിക്കറിങ് ചെയ്യുമ്പോൾ ഇതിൽ വർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ.